നമ്മളെ ആളുകൾ പലതരത്തിൽ ശരിക്കും അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ പല രീതിയിലായിരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇതൊരു പ്രത്യേകതരം ഒരു സ്വാധീനം തന്നെയായിരുന്നു എൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒരാളെ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. അതെന്ന് വെച്ചാൽ നമുക്കങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ അത്തരം ഒരാളൊന്നുമല്ല, വളരെ യാദൃശ്ചികമായിട്ട് നമ്മളിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ്. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ NSS ഒക്കെ ഉണ്ടാവുമല്ലോ, NSS ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂടെ നമ്മളെ കുറച്ച് ആളുകൾക്ക്, ഒരു 5-6 ആളുകൾക്ക് ഒരു NSS ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. NSS ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലത്താണത്. ഒരു സ്കൂളോ, സാധാരണ സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജസോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ NSS ക്യാമ്പ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ആ ഒരു തവണ നമുക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നത് ഒരു സ്ഥാപനത്തിലാണ്. നമ്മുടെ ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രായമായിട്ട് വീട്ടുകാർക്ക് നോക്കാൻ പറ്റാതെ ഉള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഞാൻ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ 7 ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത്. വളരെ അടിപൊളിയായിരുന്നു. നമ്മുടെ ക്രിസ്മസ് ഒക്കെയുള്ള സമയം, ഡിസംബർ മാസത്താണ് അവർ ക്യാമ്പ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും ഞാനിത് പറയുമ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിലൊരു നമ്മളെ കൂടെ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഇതൊരു ടച്ചിങ് ആയിരിക്കും. ടച്ചിങ് മീൻസ് അവർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും കാര്യങ്ങൾ. അപ്പോൾ അന്ന് നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ആളായിരുന്നു ഷാലു എന്ന് പേര്. മീൻസ് ഞങ്ങൾ അങ്ങനെ പേര് പറയാൻ കാരണം അത് തന്നെയാണോ കറക്റ്റ് അവൻ്റെ പേര് എന്നുള്ളത് അവർക്കും കൃത്യമായിട്ട് അറിയില്ല, നമുക്ക് വരില്ല. കാരണം അവനൊരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരാളായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മീൻസ് സാധാരണ ആ ഒരു സ്ഥലത്ത് ആളുകൾ ഇത്രയും അധികം ദിവസങ്ങൾ സാധാരണങ്ങൾ നിൽക്കാറില്ല. നിന്ന് കഴിഞ്ഞാലും അങ്ങനെ ഇവനുമായിട്ട് മീൻസ് ആളുകളായിട്ട് അത്ര ഇൻഫ്ലുവൻസ്ഡ് ആവാറില്ല സാധാരണ. അപ്പം നമ്മൾ അന്ന് പോയ സമയത്ത് നമ്മൾ കൂടുതലും ചിലവഴിച്ചിരുന്നത് അവൻ്റെ കൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കേനൊക്കെ അനുകരിക്കുമായിരുന്നു. കൃത്യമായിട്ട് സംസാരിക്കുന്ന ആവില്ല അവന്, എങ്കിൽ പോലും അവനെ അനുകരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മണിച്ചേൻ്റെ നാടൻപാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് അവന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ ഇത്രയും ദിവസം ഇത്രയും ആളുകളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അവനെന്തോ സ്വർഗം കിട്ടിയ പോലെ. അപ്പോൾ അവസാനം ക്യാമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി റെഡിയാവുമായിരുന്നു. അപ്പോഴാണ് ശരിക്കും നമുക്ക് അവനുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് മനസ്സിലായത്. അല്ലെങ്കിൽ അതിനേക്കാൾ പറയാൻ കാര്യം അവന് നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന് നമ്മൾ പോകുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. സങ്കടം മീൻസ് ശരിക്കും കരയുമായിരുന്നു നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട്. എപ്പോഴും നമ്മളും ബസ്സിൽ കയറി ഇരുന്ന സമയത്ത് ബസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്കും അറിയാതെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കടം വരും. നമ്മളുടെ ലൈഫിൽ ഇതുപോലെ അധികം ഒരുപാട് നേരത്തേക്ക് അല്ലെങ്കിൽ ചെറിയൊരു നേരത്തേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തി പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെ ഒരാളാണ് നമ്മൾ ഈ ഷാലു എന്ന് പറയുന്നത്. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കാര്യവുമില്ലാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതിൽ നമ്മൾ നല്ല മെമ്മറീസ് മാത്രം എപ്പോഴും കൊണ്ട് നടക്കുക എന്നുള്ളത് നല്ലൊരു വ്യക്തിയുടെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.